ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റുമായിട്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറയും അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്താലോ? അതിന് വേണ്ടുന്നത് നമ്മുടെ ഫ്ലാഗിൻ്റെ കളറുള്ള പേപ്പറാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് കളർ വെച്ച് നമ്മുടെ വാട്ടർ കളർ വെച്ച് വെള്ള പേപ്പർ അടിച്ചെടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഒന്ന് ഓയിൽ പേസ്റ്റും ചെയ്തു, ഒന്ന് വാട്ടർ കളർ ഗ്രീൻ വാട്ടർ കളറും മറ്റേത് ഓയിൽ പേസ്റ്റിലും ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ പേപ്പർ സ്ക്വയർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇതേപോലെ ഒരു ഹേർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു 8 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിളിനകത്ത് നമുക്കിത് ഓരോന്നും ഇല്ല ബുക്ക് മറിക്കുന്ന രീതിയിൽ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓരോ കളറും 4 എണ്ണം വെച്ചാണ് നമുക്ക് വേണ്ടുന്നത്. ആദ്യമേ ഓറഞ്ച് കളർ 4 ഒട്ടിച്ചു. പിന്നീട് 2 വൈറ്റ് കളറാണ് നമ്മൾ അതേപോലെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കും. പിന്നീട് 4 ഗ്രീൻ കളർ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിനുശേഷം നമുക്ക് ആ വൈറ്റ് ആദ്യമേ 2 വൈറ്റ് അല്ലേ നമ്മൾ ഒട്ടിച്ചത്, അതിന് ശേഷമുള്ളത് ഗ്രീനിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യമേ നമ്മൾ ഒട്ടിച്ച ആ ഓറഞ്ച് ഒന്ന് പൊക്കിയിട്ട് ആ വൈറ്റിനോട് ചേർത്തും ഒട്ടിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ അത് സംഭവം ശരിയായി. പിന്നെ നടുക്ക് വേണ്ടുന്നത് നമുക്കത് വരച്ചെടുക്കാം. ബ്ലൂ കളർ വെച്ച് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് വരച്ചങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഏതാണ്ട് ഫ്ലാഗിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് താഴോട്ടൊരു റിബൺ പോലെ കൊടുക്കാം. അതിനു വേണ്ടി ഞാനൊരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതേപോലെ ഒരു ചെറിയ ഒരു അളവിന് അത് നമ്മൾ എത്ര അളവാണോ കട്ട് ചെയ്ത് അതനുസരിച്ച് നമുക്ക് ഓറഞ്ചും ഗ്രീനും കട്ട് ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആ വൈറ്റ് പേപ്പറിൻ്റെ മുകളിലോട്ട് ഒരു സൈഡിലായിട്ട് ഗ്രീനും ഒരു സൈഡിലായിട്ട് ഓറഞ്ചും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന നീളത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവത്തിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. സെല്ലോ ടേപ്പ് വെച്ചോ ഇതെല്ലാം നമുക്ക് ബാഡ്ജായിട്ട് നമ്മുടെ ഉടുപ്പിലൊക്കെ കുത്താനാണെങ്കിൽ നമുക്ക് ബാക്കിലൊരു പിന്നും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം നമുക്കൊരു റിബണിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി ആ സൈഡ് ഒന്ന് വി ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ ഇത് റെഡിയായി ബാഡ്ജ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഡിപെൻഡൻസ് ഡേ വരുവാണ്, എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു അതല്ലേ. അപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരും കുട്ടികൾക്കും അതേപോലെ പേരൻസിന് ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പാടുണ്ടെങ്കിൽ പേരൻസിനെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവരും കമൻറ്റൊക്കെ പറയണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ.